കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം ദിനം ശ്രദ്ധേയമായി മുൻ സ്പീക്കർമാരുടെ സംവാദം. ഇന്ത്യൻ പാർലമെന്റിന് പോലും മാതൃകയായ നിയമസഭയാണ് കേരളത്തിൻ്റെതെന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടെ എം വിജയകുമാർ പറഞ്ഞു. വിവിധ പരിപാടികൾക്കൊപ്പം കെ രാധാകൃഷ്ണൻ എംപിയുടെ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകമടക്കം 50ഓളം പുസ്തകങ്ങളും ഇന്ന് പ്രകാശനം ചെയ്തു. നിയമസഭയെ പുറത്തുനിന്നു മാത്രം നോക്കിക്കാണുന്ന സാധാരണക്കാർക്ക് കേരളത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തെ അടുത്തറിയാനുള്ള അവസരമായി മാറി നിയമസഭ ഞങ്ങളിലൂടെ എന്ന മുൻ സ്പീക്കർമാരുടെ സംവാദം. എം വിജയകുമാർ, എൻ ശക്തൻ, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ പങ്കിട്ടു. കേരള നിയമസഭ ഇന്ത്യൻ പാർലമെന്റിന് തന്നെ മാതൃകയായ സഭയെന്ന് എം വിജയകുമാർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പാർലമെന്റിന് പോലും മാതൃകയായി മാറിയ ഒരു നിയമസഭ ഏതെന്ന് ചോദിച്ചാൽ അതാണ് കേരള നിയമസഭ. നിയമനിർമ്മാണങ്ങൾ നേരിട്ട് നിയമസഭയിൽ വന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കലല്ല, എല്ലാം പരിശോധനാ വിഷയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. അത് കേരള നിയമസഭയിലാണ്. അതിനുശേഷമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടാക്കിയത്. ഡോക്ടർ എൻ കെ ജയകുമാർ മോഡറേറ്ററായി. എഴുത്തുകാരിയും വിമർശകയുമായ പ്രൊഫസർ സി മൃണാളിനിയായിരുന്നു KLIBF ടോക്കിലെ ശ്രദ്ധേയ സാന്നിധ്യം. ഇതിഹാസങ്ങളിലെ സിംഗിൾ മദർ എന്നതായിരുന്നു വിഷയം. So these mothers, when we look at these mothers from mythology, if we think of each of them, you can write a book on each of them actually, if anybody wants to write a new novel or something. And what do they teach to the modern women? That's the only point I'll make and I'll wind up. How do we modern women look at the achievements of these single women in Itihasas? We see that they never considered themselves victims. കെ രാധാകൃഷ്ണൻ എംപിയുടെ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകമടക്കം 50ഓളം പുസ്തകങ്ങളും ഇന്ന് പ്രകാശനം ചെയ്തു. പ്രമുഖർ പങ്കെടുത്ത നിരവധി സെഷനുകൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പുസ്തകോത്സവത്തിൽ അരങ്ങേറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.